Hi guys, good morning. Welcome to Bangalore vlog. അപ്പോൾ ഞാനൊരു വീക്കെൻഡ് എൻജോയ്മെൻറ്റിന് വേണ്ടി ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അപ്പം ആക്ച്വലി ഇപ്പോൾ അവരുടെ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. സോ ഞാൻ വന്നു, ഫ്രഷപ്പായി, ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളായിരിക്കും കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഭയങ്കര കോമഡി ആയിരുന്നു. ഞാനിങ്ങനെ ട്രെയിനൊക്കെ ഓടിപ്പിടിച്ചൊക്കെയാണ് വന്നത്. ജസ്റ്റ് മിസ്സിനാണ് ട്രെയിനൊക്കെ കിട്ടിയത്. സോ ഇപ്പം ആക്ച്വലി വലിയ ചൂടൊന്നുമില്ല ഇവിടെ, ബട്ട് ഇറ്റ്സ് ഓക്കെ, കൊള്ളാം, നല്ല വെതറാണ്. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ എനിക്കറിയില്ല എന്തായിരിക്കും അവസ്ഥ എന്ന്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബാംഗ്ലൂർ വ്ലോഗ്. ബാംഗ്ലൂർ വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇവിടുത്തെ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം. മോറോവർ ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എനിക്കൊന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറ്റ്സ് ബീൻ 8 months ഗ്രാജുവേഷനും അതേപോലെ തന്നെ കോളേജിൽ നിന്ന് ഞങ്ങളെല്ലാവരും സെപ്പറേറ്റഡ് ആയിട്ട്. സോ ഇപ്പോൾ 8 months ആയി. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് ചില്ലപ്പായി പോവാന്ന് കരുതി. സോ അവർക്ക് നാട്ടിലോട്ട് വരാൻ നിർവാഹമില്ല. സോ ഐ തോട്ട് ദാറ്റ് ഐ വിൽ കം ടു ബാംഗ്ലൂർ ആൻഡ് ഹാവ് ഫൺ. അപ്പോൾ അതിനു വേണ്ടിയാണ് ആക്ച്വലി ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്, അവൻ ഒരു ഉറക്കമാണ്. കാരണം ഞാൻ 5 മണിക്ക് അടുത്ത ഷിഫ്റ്റ് ഉണ്ട്. സോ ഐ തോട്ട് ദാറ്റ് ഐ വിൽ ഗോ ടു ദ ഫേമസ് രാമേശ്വരം കഫേ. ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് രാമേശ്വരം കഫേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ഓല ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈക്കൊക്കെ ബുക്ക് ചെയ്യാം കേട്ടോ, ടാക്സിക്ക് വരും. സോ ഇറ്റ്സ് സോ ചീപ്പ്. നമ്മുടെ നാട്ടിൽ ഓട്ടോ വിളിക്കുന്നേക്കാളും ചീപ്പാണ്. അത്യാവശ്യം നല്ല ദൂരം പോകാൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടും ആക്ച്വലി ബൈക്കിലാണ് വന്നത്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുവാണ്, അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. നമുക്ക് എന്തായാലും മെയിൻ റോഡിലോട്ട് മാറിക്കാം. ആൻഡ് യാ, ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുവാണ്. അതുകൊണ്ട് ഭയങ്കര തിക്കും തിരക്കൊക്കെയാണ്. നല്ല രസമാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും അമ്പര ചുംബികളായ കെട്ടിട സമുച്ചയങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ ഓഫ് അപ്പാർട്ട്മെന്റ്സ് ആണ്. നമ്മുടെ അപ്പാർട്ട്മെന്റ്സ് ആ കാണുന്നതാണ്. വെള്ള ഷൂ ഒക്കെ ഇട്ടുകൊണ്ട്, എന്റെ പുതിയ ഷൂ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്, അതൊക്കെ ഇട്ടുകൊണ്ട് പോവാണ്. നല്ല വെയിലാണ് ഗൈസ്. അതേപോലെ തന്നെ ഒടുക്കത്തെ പൊടിയും. അപ്പം ഇനി 7 minutes കൂടെ ഉള്ളെന്നാണ് കാണിക്കുന്നത്. സോ നമ്മുടെ ആളിവിടെ വരും. നമുക്ക് ഇവിടുന്ന് പോവാം രാമേശ്വരം കഫേയിലേക്ക്. ഇതൊരു തണലുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. ഓൾറെഡി നാട്ടിലെ വെയിലടിച്ച് ഫുൾ കയ്യെ കൂടെ മൊത്തം ടാനാണ്. അതേപോലെ തന്നെ ഐ തിങ്ക് ദാറ്റ് ഇനി നമ്മൾ പോയിട്ട് രാമേശ്വരം കഫേ പോയിട്ട് നമുക്ക് ബൈക്ക് റെന്റിന് എടുക്കണം. എന്നിട്ട് വേണം നാളെ നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ പോകുന്നത്. നല്ല ചൂടുണ്ട് അത്യാവശ്യം. പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞ ബൈക്കിന്റെ കാര്യം, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അങ്ങനെയാണ് വന്നത്. പക്ഷെ എനിക്ക് നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ RAC ആയിരുന്നു, സോ ഷെയറിംഗ് ആയിരുന്നു സീറ്റ്. സോ നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഓല ബൈക്ക് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു 10 രൂപ ഫൈൻ ഉണ്ട്. രാവിലെ ഞാൻ ഓല ഊബറും ചെയ്തു, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓലയുടെ ഒരു 10 rupees ഫൈൻ ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് പോവാം. ഭയങ്കര പൊടിയാണ് ഫ്രണ്ട്സ്, ഭയങ്കര പൊടി. ഞാൻ കന്നഡയൊന്നും മറന്നിട്ടില്ല. നമുക്ക് ചെറിയ കന്നഡയൊക്കെ ഇനി പയറ്റാം. മംഗലാപുരത്ത് വെച്ച് പഠിച്ചത്. പിന്നെ മലയാളികൾ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അറിയില്ല, അവരെ മനസ്സിലാകത്തോണ്ട് കൂളായിട്ട് നമുക്ക് വ്ളോഗും ചെയ്യാം. ഗൈസ്, നമ്മള് ഓലയിലാണ് വന്നത്, ഓലയിൽ തൂങ്ങിയാണ് വന്നത്. അങ്ങനെ നമ്മള് ബ്രൂക്ക് ലൈനിലുള്ള രാമേശ്വരം കഫേയിലേക്ക് എത്തി. കുറെ കാലമായിട്ട് ഇങ്ങനെ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഫൈനലി ഇന്നിവിടെ വരാൻ പറ്റി. നല്ല തിരക്കുണ്ടെന്ന് തോന്നും. ഭയങ്കര പൊടിയും ട്രാഫിക്കും റഷും ആണ്. സോ നല്ല രസമാണ് ഇതിന്റെ അകത്തൂടെയൊക്കെ പോവാൻ. കരിഞ്ഞു പോകും ഗൈസ്, അറിയില്ല ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഏത് പോലെ. ഈ ഷർട്ടിന്റെ കളർ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പം let's go and have something over there. സെറ്റപ്പും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സോ ദാറ്റ് കയറിയിട്ട് വേണം നോക്കാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിരുന്നു. സോ അതുകൊണ്ട് ഇപ്പം സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
സോ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും പോവാ. അപ്പൊ നമ്മള് ഗീ പൊടി മസാല ദോശയാണ് ഓർഡർ ചെയ്യുന്നത്. വേറെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെയുണ്ട്? ഇഡ്ഡലി ഉണ്ട്, പ്ലെയിൻ ഇഡ്ഡലി, ബട്ടർ ഇഡ്ഡലി. സോ ഗീ പൊടി മസാല ദോശയാണ് ആക്ച്വലി നല്ലത്. പൊടി ഇഡ്ഡലി കൊള്ളില്ല എന്ന് പറഞ്ഞു. സോ ഐ വിൽ ബി ട്രൈങ് ദാറ്റ്. പിന്നെ ചായ എന്തെങ്കിലും നോക്കട്ടെ. ഫിൽറ്റർ കോഫി, ബൂസ്റ്റ്. നമുക്കൊരു കോഫി പറയാം. Then anything else? ജ്യൂസ് പറയണോ? അത് ക്യാൻസൽ ചെയ്ത് ജ്യൂസ് ആക്കിയാലോ? നമുക്ക് എന്തായാലും ഇപ്പൊ അത്രയും കഴിക്കാം, എന്നിട്ട് ഇതാക്കി കഴിക്കാം. ഈ ഓർഡർ അപ്പൊ 165 rupees ആണ്. ഇത് കൊള്ളാട്ടോ. അതിന് നമ്മളിത് QR കോഡിൽ സ്കാൻ ചെയ്ത് പൈസ അടയ്ക്കണം. അങ്ങനെയാണ് ഇത് നോക്കാം. കുറെ ബില്ലൊക്കെ വന്നു. ഇനി ഇത് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഐ ഗസ് എവിടെ നിന്നാണ് അവര് ഫുഡൊക്കെ നിങ്ങൾക്ക് തരുന്നത്. വിൽ ഗോ ടു കൗണ്ടർ നെക്സ്റ്റ്. നോക്കാം. നമുക്കിവിടെ മറ്റേ സംഭവം തന്നെ. ഇനി അലാം അടിക്കുമ്പോ പോയാൽ മതി. ബിഫോർ ദാറ്റ് ഇവിടെ നല്ല രസമായിട്ട് അവര് ഒരു ഇതൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഇതിനെന്തായിരുന്നു പറയുന്നത് ഞാൻ മറന്നുപോയി. അതേപോലെ തന്നെ അവരുടെ കോഡിന്റെ കുറെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് മറ്റേ ബില്ലിംഗ് സെക്ഷൻ. ബട്ട് ഇത് അടിപൊളിയാട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് തന്നെ ഓർഡർ ചെയ്തിട്ട് ടൈം ആകുമ്പോൾ പോയി ഫുഡ് വാങ്ങിച്ചാൽ മതിയല്ലോ. ഈ പൊടി മസാല ദോശ ആൻഡ് ഫിൽറ്റർ കോഫിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കിട്ടാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാണ്. ബിക്കോസ് നമുക്കൊരു ക്രേവിംഗ് ഉണ്ടായ ആരെയും നോക്കി നിൽക്കരുത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും വന്ന് ഫുഡ് കഴിക്കണം. ഒരു മലയാളികളെ പോലും ഞാനിവിടെ കണ്ടിട്ടില്ല. ഹോപ്പ് ദാറ്റ് വി ക്യാൻ സീ സൂൺ. നമ്മുടെ ഈ ഷോയിൽ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ മലയാളിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കും. ഇതേ കൂടെ മൊത്തം ഇതാണ്, ഗീ ആണ്. ഇവരെ വന്ന് ഗീയുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇത്തേ തേച്ച് വെച്ചേക്കാൻ തോന്നുന്നു. എന്റെ കയ്യെ കൂടെ ഫുള്ളായി. സോ ഇവിടെ പഞ്ചസാര ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മധുര ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് കുടിക്കാം. നല്ല ഭംഗിയായിട്ട് ചേട്ടൻ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് കോഫി കുടിക്കുന്ന ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഗൈസ് മധുരയില്ല, നമുക്ക് കുറച്ച് മധുരം ഇടാം. ഗൈസ് നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഇതുണ്ടോ, ഭയങ്കര ഗീ ആണ്. സോ ഗീ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. അത് നമുക്ക് ഈ ചട്നി യൂസ് ചെയ്ത് കഴിച്ചു നോക്കാം. കുറച്ച് പീസ് എടുത്തിട്ട് അപ്പത്തെ ചട്നിയിൽ മുക്കി കഴിച്ചു നോക്കാം. ആദ്യത്തെ ചട്നിയാണ് കുറച്ചുകൂടെ നല്ലത്. ആ ഗ്രീൻ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ പൊന്നോ, പൊടി സാധനമാണ്. ഞാൻ ആക്ച്വലി പൊടി ഇഡലി ട്രൈ ചെയ്യുന്നതാണ്. അപ്പൊ എൻ്റെ അടുത്ത് അക്സ് പറഞ്ഞു അത് ട്രൈ ചെയ്യണ്ട, മസാലദോശ പൊടി മസാലദോശ ട്രൈ ചെയ്താൽ മതി, അത് അടിപൊളിയാണ്. ബട്ട് ഇത് ചുമ്മാ പൊളി സാധനം കേട്ടോ. നല്ല ഗീ ഉണ്ട്. അപ്പൊ ഗീ ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇത് മാത്രമല്ല, ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ട്രൈ ചെയ്യാൻ പറ്റത്തില്ല.
കോഫി അടിപൊളി. അങ്ങനെ നമ്മൾ രാമേശ്വരം കഫേന്ന് ഇറങ്ങുകയാണ്. ബേസിക്കലി നല്ല ഫുഡാണ്. ഞാൻ പൊടി മസാല ദോശയാണ് കഴിച്ചത്, നല്ലതായിരുന്നു. കോഫി അടിപൊളിയായിരുന്നു, ഫിൽറ്റർ കോഫി. സോ നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഇത് രാമേശ്വരം കഫേ. ഇത് 2 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വന്ന് ബ്രൂക്ക് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇന്ദിരാനഗറിലുണ്ട്. സോ ഐ തിങ്ക് ലാസ്റ്റ് ബോംബ് ബ്ലാസ്റ്റ് നടന്നത് ഇന്ദിരാനഗറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ബൈക്ക് റെന്റ് എടുക്കാൻ വേണ്ടി പോവാണ്. സോ ദാറ്റ് നമുക്ക് ഈവനിങ് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്, കുറച്ച് അതുവഴി ഇതുവഴിയൊക്കെ തേരാപ്പാര ഇൻ ബാംഗ്ലൂർ നടക്കണമല്ലോ. അതേപോലെ തന്നെ നാളെ നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഓൺ ബൈക്ക് റെന്റൽസ്. സോ അവിടെ പോയിട്ട് ബൈക്ക് റെന്റിന് ചോദിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. ബട്ട് റൂമിലേക്ക് പോകുന്ന വഴി എനിക്കറിയില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ കോമഡി. സോ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമുക്ക് തെറ്റി പോവാം. നമ്മള് മോയമായി ബിക്കോസ് നമ്മൾ ഇവിടുത്തെ 7 മണി തൊട്ട് 7 മണി വരെ റെന്റിന് കൊടുക്കണം. അപ്പോൾ 7 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സോ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. ആൻഡ് നമുക്കൊരു മലയാളി ചേട്ടനെയായിരുന്നു കുറച്ച് മുമ്പേ കിട്ടിയത്, കോഴിക്കോടുകാരനാണ്. അപ്പോൾ ചേട്ടനായിട്ട് കമ്പനി അടിച്ച് ഇങ്ങ് പോകുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള ബൈക്ക് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം ബാംഗ്ലൂരിൽ വന്നിട്ട് ഇവിടെ എല്ലാം ഭയങ്കര ഡെവലപ്ഡ് ആണ്, മൊബൈൽ വഴിയാണ് എല്ലാം ചെയ്യുന്നത്. സോ ഞാനിവിടെ റോയൽ ബൈക്ക് റെന്റൽസ് എന്ന് പറയുന്ന അവിടെ നിന്ന് ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 8:30 വന്ന് എടുക്കണം. ഇവിടെ സമയമൊക്കെ ഉണ്ട്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മെട്രോ എക്സ്റ്റെൻഡിങ് ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? അതുണ്ടോ, മെട്രോയുടെ പില്ലേഴ്സ് ഒക്കെ അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം. ഞങ്ങള് ഒരുങ്ങിയിട്ട് പുറത്തിറങ്ങി ചെറിയൊരു കടയിൽ ഗ്രോസറി ഒക്കെ വാങ്ങാൻ. അപ്പൊ എന്നോട് ആരോ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്പർ 1 ഇവിടെ ആഗതയായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ വാട്ടർമെലൺ വാങ്ങുകയാണ്. സോ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ ഫോർ ദിസ് ഷോപ്പ്. ഓക്കെ, ഗിവ് മീ ഡിസ്കൗണ്ട്. നമ്മള് ജിലേബി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ചേട്ടൻ പുറകിൽ ജിലേബി ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എനിക്ക് ജിലേബി വാങ്ങി തരാന്ന് പറഞ്ഞ എന്നെ ഒരാൾ കൊണ്ടുവന്നതാണ്. നമുക്ക് കഴിച്ചു നോക്കാം ഇവിടുത്തെ ജിലേബി എങ്ങനെയുണ്ടെന്ന്. ഒരു ജിലേബി വാങ്ങാനാണ് ഞങ്ങൾ കുളിച്ചൊരുങ്ങി ഇങ്ങനെ വന്നത്. ഞാൻ കുളിച്ചിട്ടില്ല, മേക്കപ്പ് ഇട്ട. പക്ഷെ ഇവിടെ മഞ്ഞ ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മേക്കപ്പ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോയി ജിലേബിയൊക്കെ കഴിക്കാം. ആൻഡ് നമ്മൾ വൈകിട്ട് പോകുന്നുണ്ട് വണ്ടി എടുക്കാനും അതേപോലെ തന്നെ കുറച്ചൊന്ന് കറങ്ങാനും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു തരത്തിലെത്തി. ട്രാഫിക്കൊക്കെ ഭയങ്കര സീനാണ് ഇവിടെ. എന്തായാലും ബാംഗ്ലൂരിൽ കൂടെയുള്ള ഡ്രൈവിംഗ് ഒരിക്കലും ലൈഫിൽ മറക്കില്ല. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഒരു പോലീസുകാരൻ കൈ കാണിച്ചു. ഞാൻ ഓർത്ത് എന്തിനാണ് ഞാൻ കൈ കാണിച്ചു. അയാളെ ഞാൻ പുറകെ കയറ്റി. അയാൾ എന്നിട്ട് അയാൾക്ക് പോകേണ്ട വഴി എന്നെ കൊണ്ട്, എന്തായാലും അത് കറക്റ്റ് വഴിയായിരുന്നു ഗൂഗിൾ മാപ്പ് പറഞ്ഞതിനേക്കാളും. അയാളെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഒരു തരത്തിലൂടെ വന്ന് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോഡിയാക് കിച്ചൺ ആൻഡ് ബാറിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാട്ടോ വന്നിരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേഗം അവരെ ജോയിൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് എന്തായാലും അകത്ത് കയറാം. സോ നമ്മളെ ഈ ചേച്ചി വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് ഫ്രണ്ട്സ്. നമ്മൾ ഈ ചേച്ചിയുടെ മന്ദം മുകളിലേക്ക് നടക്കുകയാണ്. വൻ സെറ്റപ്പ് ആട്ടോ. ഇവര് സിഗരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തിന്നാനുള്ള ചോക്ലേറ്റ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ലായിരുന്നു. നോ താങ്ക് യു. ഫ്രണ്ട്സ്, നമ്മൾ സ്കാൻ ചെയ്തു. അങ്ങനെ മുച്ചി വന്നു. സോ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇത് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി പാടും. നമ്മൾ അഹാന കൃഷ്ണയുടെ അഹാന കൃഷ്ണയുടെ സ്പാഗറ്റി ബൊളോനീസ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം. എന്നേക്കാളും പൊക്കമുള്ള മനുഷ്യരെ ഞാൻ ആദ്യമായി കാണുകയാണ്.
അണ്ണാത്തെ അണ്ണാത്തെ എടി ആണാണോ പെണ്ണാണോ? എന്റെ അമ്മച്ചി എന്നെക്കാളും പൊക്കം ഉണ്ടോ? നമ്മുടെ ഫസ്റ്റ് ഫുഡ് വന്നിരിക്കുകയാണ്. സോ നമുക്കിത് കഴിച്ചു. നമ്മൾ കഴിക്കാൻ പോകുന്നത് ബട്ടർ നാനും ഹാൻഡ് പുൾഡ് ബട്ടർ ചിക്കനാണ്. ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് കാണാൻ നല്ല കുമ്മുണ്ട്. മാവുമായിട്ടുണ്ട്. നമ്മൾ പിങ് പോങ് കഴിക്കാൻ പോകട്ടെ. പേര് പോലെ പിങ് പോങ് ആണോ നോക്കട്ടെ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ എന്തൊരു മെഡിസിന്റെ ചോവയുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. സോ ഗൈസ്, അഹാന കൃഷ്ണയുടെ സ്പഗട്ടി ബോളോണീസ് കിട്ടാത്ത നമ്മൾ സ്പഗട്ടി കീമ ഗൊലോണ സണ്ണി സൈഡ് അപ്പ്. ഈ പേര് പഠിക്കാൻ 1 മണിക്കൂർ എടുത്തു. അപ്പൊ നമുക്ക് ഇത് കഴിച്ചു. ഇത് ആക്ച്വലി ബേസിക്കലി കീമയുണ്ട്, പാസ്ത ഉണ്ട്, മട്ടനാണ്, എഗ് ഉണ്ട്. അപ്പൊ നമുക്കിതെല്ലാം കൂടെ കുറേശ്ശെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ഗ്രേവി ഒക്കെ കുറച്ചെടുത്ത് ഇട്ട് നോക്കാം. കുറച്ച് ഗ്രേവി മൊത്തത്തിൽ ഞാൻ മുക്കി എടുത്തിട്ടുണ്ട്. രാമനാന്ന് തോന്നുന്നു. രാമനാണേലും സീതയാണേലും കഴിക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ഇതുവരെ കഴിക്കാൻ. എന്റെ പൊന്നുകാരി ഒന്നും പറയാനാ. ഇൻക്രീഡിബിൾ. സോ ഗൈസ്, നമ്മള് മഗായി പാൻ എന്നാണ് ഇതിന്റെ പേര്. ഞാൻ മാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് കഴിക്കണമെന്ന് കുറെ തവണ വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. സോ ഇത് കഴിച്ചൊക്കെ ഇത് ഇലയാണ്. എനിക്കറിയില്ല, പശുവൊക്കെ തിന്നുന്ന പോലെ ആയിരിക്കും. അമ്മോ നൈസ്. ഒന്നിനും കൊള്ളൂല, ഭയങ്കര മധുരമാണ്. പൈസ പോയി. ഇത് തുപ്പാനും പറ്റില്ലല്ലോ. സൂപ്പർ ആയിട്ടുണ്ട്. അത് കഴിക്കാനേ കൊള്ളൂല. ഈ ചോക്ലേറ്റ് പാൻ കഴിച്ചു നോക്കാം. ഇത് എല്ലാ ചോക്ലേറ്റ് മുക്കിയതാണോ കഴിച്ച് തോന്നുന്നത്. പേസ്റ്റിന്റെ രുചി. ഇത് എല്ലാ ചോക്ലേറ്റ് മുക്കിയതാ. ഇതിന്റെ ചോക്ലേറ്റ് മാത്രം തന്നെ കൂടാ. കാശിന് കൊള്ളൂല. ഒരു മനുഷ്യന് ഇത് വാങ്ങിച്ചേക്കില്ല. എന്റെ 80 രൂപ പോയി. പാർട്ടിക്ക് വേണ്ടി ഫുള്ള് ബുക്ക് ചെയ്യണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ 11 മണിയായി. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. സോ നമ്മുടെ ബാംഗ്ലൂർ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ വ്ലോഗ് വിൽ ബി കണ്ടിന്യൂയിങ് ടുമോറോ. അപ്പം നമ്മൾ നാളെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.